ഹലോ, വെൽക്കം ടു മോളിവുഡ് ടോക്കീസ്. വീണ്ടും നമ്മളൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. അഭിലാഷം ഈ പടത്തിൻ്റെ പോസ്റ്റർ റിയാക്ഷൻ നമ്മൾ ചെയ്തതായിരുന്നു. ഭയങ്കര ഒരു റൊമാൻറ്റിക് ഒരു പോസ്റ്ററായിരുന്നു. ഒരു ട്രെയിനിൻ്റെ ബോഗിക്കകത്ത് നിന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന നായകനും നായികയും. അഭിലാഷം ആ പേരിലും ഒരു പ്രണയത്തിൻ്റെ ഒരു ഛായ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ട്രെയിലർ എന്താണെന്നുള്ളത്. വൺസ് ലവ് ബിക്കം അന്ന് ആ നാടകത്തിലെ ഷോളെ കാണുമ്പോഴൊക്കെ നെഞ്ചിലൊരു കോൽക്കിലടക്കാടാ. സൈജി കുറുപ്പിന് ഇതുവരെ കാണാത്തൊരു ലുക്ക് കേട്ടാ. എടാ വരതയിലെ സുന്ദരി, ഇതാണ് പ്രേമം. ഇപ്പോഴും പ്രേമാണെന്ന് തോന്നുന്നു. മണം കിട്ടിയ ഫുൾ ടൈം ലവ് സ്റ്റോറി. മനസ്സിൽ ഒളിപ്പിച്ച ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ നിനക്കും മനസ്സ് വിങ്ങിയ കുറ്റബോധം മാറ്റാൻ എനിക്കും കിട്ടിയൊരു അവസരം അത്. ഇത് രണ്ടിനും വേണ്ട സമയമാണ്. സർപ്രൈസ് ആയില്ലേ? ആവും, എനിക്കറിയാം. ഓക്ക് താജുവിനോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടോന്നാണ്. എന്താ അഭിലാഷ് ബ്രോ? അഭിലാഷ് ബ്രോ അതല്ലെങ്കിലും അങ്ങനെയാ. മോൻ പറ, അമ്മ പറ. മോൻ പറഞ്ഞാ മതി. ഇതിന്റെ ഒരു 10 കിട്ടുമോ? ഈ യാത്രന്റെ ഇടയിൽ യോളെ മനസ്സിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. ഇനിയിപ്പോ മനസ്സിൽ കയറി പറ്റിയില്ലെങ്കിലും പറയാനുള്ള മുഴുവൻ പറയണം. അഭിലാഷ് പറഞ്ഞോളൂ. കൊച്ചു കഥാപാത്രത്തിന്റെ പേരാണ് അഭിലാഷ്. അഭിനയാണല്ലോ. അഭിലാഷം അഭിനയല്ലായിരുന്നു. നല്ല ഇതാണ് പറ്റിയ സ്ഥലം, പറ്റിയ സമയം. ഇതാണ് തരക്കേടില്ല എന്ന് പറഞ്ഞേ. ഇത് അടിപൊളിയാണല്ലോ. അതെ, ഇത് അടിപൊളിയാണ്. അൽഹംദുലില്ലാ. മാർച്ച് 29 കൊള്ളാം. നല്ല കിടിലൻ ട്രെയിലർ കേട്ടോ. നമുക്ക് ഈ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നത് എന്നും മലയാളികൾക്ക് ഒരു ഗൃഹാതുരത്വമാണല്ലോ. അപ്പോൾ ഈ നൊസ്റ്റാൾജി പിടിച്ചൊരു ലവ് സ്റ്റോറിയാണ്. ഫ്ലാഷ് ബാക്ക്, ഒരു സ്കൂൾ കാലമുണ്ട്, കറണ്ട് പ്രസന്റ് ടൈമുണ്ട്. എപ്പോഴും രണ്ടുപേര് തമ്മിൽ ഒരു പ്രേമം ഇങ്ങനെ സെറ്റായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കൊനസ്റ്റ് വെക്കാൻ വേണ്ടി ഒരുത്തം കയറി വരും. ഇതിലുണ്ട് അതിനകത്ത്. എനിക്ക് ഇവന്മാരെ കണ്ടാൽ ഇഷ്ടമല്ല. കഥാപാത്രത്തിൻ്റെ പേര് അഭിലാഷ്, സിനിമയുടെ പേര് അഭിലാഷം. നമുക്ക് നോക്കാം. ഈ ഒരു മുസ്ലിം തട്ടം പ്രണയമാണ്. എപ്പോഴും അങ്ങനത്തെ പ്രണയങ്ങൾക്ക് വല്ലാത്തൊരു ഫീലാണ്. പ്രത്യേകിച്ച് ഈ വൺ സൈഡ് ലവിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് നമുക്കെല്ലാവർക്കും കാണും പറയാണ്ട് പോയ, അല്ലെങ്കിൽ കുറേ കാലം മനസ്സിൽ കൊണ്ടു നടന്നൊരു പ്രേമം. അത് സക്സസ് ആകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. നമുക്ക് സക്സസ് ആയില്ലെങ്കിലും സ്ക്രീനിൽ ആ സക്സസ് ആകുമ്പോൾ കാണാൻ കിട്ടുന്ന ഒരു സന്തോഷം. നമുക്ക് നോക്കാം. അഭിലാഷം മാർച്ച് 29. ഈ സിനിമയുടെ ഓഡിയൻസ് റിയാക്ഷനും മൂവി റിവ്യൂവും ഈ ചാനലുണ്ടാവും. വെയിറ്റ് ചെയ്യാം.